ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒത്തിരി നാളെയാലും കണ്ടിട്ട്. ഇപ്പം അമ്മയുടെ അറിവുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പരമ്പരാഗതമായിട്ട് എൻ്റെ ചെറുപ്പം മുതൽ കണ്ടുവന്ന എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കുന്നതെന്ന്, അത് പെസഹ അപ്പം, അങ്കമാലി, കാലടി ഏരിയയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത വർഷം നമുക്ക്, അല്ലെങ്കിൽ ഈ വർഷം നാളെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെയാണ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് അപ്പം നേരത്തെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു അറിവിലേക്ക് പറയുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ സ്വന്തമായിട്ട് കലത്തപ്പം ഉണ്ടാക്കാം. ഞാൻ എൻ്റെ അമ്മയോടാണ് ഇന്നും കൂടി ഞാൻ വിളിച്ച് ചോദിച്ചുള്ള സംശയങ്ങളൊക്കെ. അപ്പോൾ 95 വയസ്സായി എൻ്റെ അമ്മയ്ക്ക്. അമ്മ ഇപ്പോഴും കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ അമ്മയുടെ കാലം കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയണമല്ലോ, പുതിയ തലമുറയ്ക്ക്. അപ്പോൾ ഞാൻ അമ്മയുടെ അറിവുകളിൽ കൂടെ നിങ്ങളെ അത് അറിയിക്കുകയാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളായാലും നമ്മൾ കേട്ടിട്ട്. ഇന്ന് വലിയ ബുധനാഴ്ച എന്ന് പറയും, പെസഹ വ്യാഴത്തിന് തലേ ദിവസം. എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതായത് അങ്കമാലി സ്റ്റൈലിലുള്ള പെസഹ അപ്പം. ഇത് തേങ്ങ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പുറത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൈറ്റായിട്ട്, അത് കുറച്ച് എണ്ണ ചൂടാക്കി അതിനകത്തിട്ട് നമ്മൾ ആദ്യം വറക്കണം. ഇതിന് ശേഷം ഉള്ളി വറക്കണം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം അരിയും പച്ചരിയും പിന്നെ ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് അരച്ച് അപ്പം തന്നെ ഈ അപ്പം ഉണ്ടാക്കണം. കാരണം ഈ അപ്പം പുളിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ 5 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്ന രീതിയിലാണ് ഇട്ടത്. നമുക്ക് ഉഴുന്ന് കുറച്ച് ഇട്ടാൽ മതി. ഇനി ഞാൻ ഇതുണ്ടാക്കുന്നത് നിങ്ങളെ പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. തേങ്ങ ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. നല്ല ഗോൾഡ് കളറാകുമ്പോൾ നമ്മൾ എടുക്കണം. അത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ബ്ലാക്ക് ആവാൻ സമ്മതിക്കരുത്. അപ്പോൾ തേങ്ങയുടെ മധുര ടേസ്റ്റ് മാറിയിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് വരുവേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളി വറക്കാനൊക്കെ വന്നത്. അപ്പോൾ തേങ്ങ ഓൾമോസ്റ്റ് ആയി. ഞാനിതിന് റെഡിയാക്കി എടുത്ത് വെക്കട്ടെ കേട്ടോ. നമ്മുടെ തേങ്ങ വറുത്തത് റെഡിയായി. നമ്മൾ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും ഈ ഗോൾഡൻ കളറാവുന്ന വരെ വറക്കണം. ഒരിക്കലും കരിയാൻ സമ്മതിക്കരുത് കേട്ടോ. ഓക്കെ. ഇത് വേണമെങ്കിൽ സമയമില്ലാത്തവർക്ക് 2 ദിവസം മുമ്പോ തലേ ദിവസമൊക്കെ വറുത്ത് റെഡിയാക്കി വയ്ക്കാം. അപ്പം തന്നെ അരച്ച് കഴിഞ്ഞ ഉടനെ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പം നമ്മളിതെല്ലാം മിക്സ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇച്ചിരി കൂടുതലാണ് ഞാൻ ഒക്കെ അരച്ച് ചേർത്ത് വന്നപ്പോഴേ. പിന്നെ കുറച്ച് വറുത്ത പൊടി എന്ത് ചേർത്തു. അപ്പോൾ നമ്മൾ അരിയും ഉഴുന്നും അരച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് വെള്ളം കറക്റ്റ് പാകമായിട്ട് വരണം. ദോശയുടെ മാവിൻ്റെ അത്രം പോരാ, അതിലും കൂടി കുറച്ച് കട്ടി വേണം. എൻ്റെ അമ്മയൊക്കെ പറയും ഇങ്ങനെ ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് വീഴണമെന്ന്. അപ്പോൾ ഇതിപ്പോൾ കണ്ട, ഇതിപ്പോൾ കുറച്ചും കൂടി തിക്കാവും ഞാൻ വറുത്ത പൊടി ഇട്ടതുകൊണ്ട് കേട്ടോ. അരി പച്ചരി ഉഴുന്ന് ഇതരച്ചു. പിന്നെ ഉള്ളി തേങ്ങ വറുത്തതെല്ലാം അതിനകത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഉപ്പും കൂടി നമ്മൾ ചേർക്കണം. പാകത്തിന് ഉപ്പ്. ഇതിൽ മധുരം അങ്ങനെയൊന്നും ചേർക്കില്ല. നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ ഇങ്ങനെ ഒരു അധികം ഒഴുക്കില്ലാത്തൊരു മുറിഞ്ഞ് വീഴുന്ന പാകുന്നുണ്ടോ, അങ്ങനത്തെ പാകത്തിലാണ് ഇത് എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇത് ചുടാൻ പോവാണ്. അതിന് ഓവൻ നേരത്തെ ഓണാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഓവൻ ഉണ്ടല്ലോ. അപ്പോൾ 2 ഫ്രൈ പാനിലിട്ടിട്ട് ഒന്നങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ എടുത്ത് ഓവനിലേക്ക് വെച്ചാൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. നാട്ടിലൊക്കെ മീതെ തീ വെച്ച് അടിയിലും തീ വെച്ചിട്ട് കലത്തപ്പം എന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെയാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ ഉണ്ടാക്കി ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രൈ പാനിൽ നല്ല ചുവട് കട്ടിയുള്ള ഫ്രൈ പാനിലിട്ടിട്ട് ഒന്നങ്ങോട്ട് വെന്ത് വരുമ്പോൾ എടുത്ത് ഓവനിലേക്ക് വെച്ചാൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കലത്തപ്പം നമ്മൾ മാവ് റെഡിയായി ഇനി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. മാവ് കലക്കി ഉടനെ തന്നെ ഉണ്ടാക്കി തുടങ്ങണം, അല്ലെങ്കിൽ ഇത് പുളിക്കാൻ പാടില്ല. നമ്മൾ പുളിക്കാത്തപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ മാവ് റെഡി. നമ്മളിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഇവിടെ 2 ഫ്രൈ പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓയിൽ, നമുക്ക് ഒലിവ് ഓയിൽ മേടിക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ പറ്റത്തില്ല, കുക്കിംഗ് ഒലിവ് ഓയിലുണ്ട്, അതെടുക്കണം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാവും. ഇവിടെ വിദേശത്തൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്.
അത് 2 ഫ്രൈ പാൻ അത് എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഈ ഓവൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഓവനിൽ നമ്മളൊരു ടെമ്പറേച്ചർ ഒരു 200 ഡിഗ്രിയിൽ വെച്ചിട്ട് ഈ മുകളിലെ ഹീറ്റിങ് വയ്ക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. കാരണം മുകളിലെ ഹീറ്റിങ് അപ്പം മുരിഞ്ഞ് കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് നോക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ അപ്പം വേഗം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി അപ്പത്തിന് ഒഴിക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ അപ്പം ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഇപ്പോൾ കട്ടിയുള്ളത് കൊണ്ട് തന്നെത്താൻ റൗണ്ട് ഷേപ്പ് വരില്ല. അപ്പം നമ്മൾ ഇച്ചിരി റൗണ്ടിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കണം. ഇച്ചിരി അധികം എണ്ണ ഒഴിക്കേണ്ടി വരും ആദ്യം. പിന്നെ ഈ മാവ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് പരത്തി കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ചൂടി മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കുരുത്തോല, നമുക്ക് ഓശാനിക്ക് ഇടുന്ന കുരുത്തോല ഉണ്ടല്ലോ, അതെടുത്തിട്ട് കുരിശിൻ്റെ ആകൃതിയിൽ വെക്കണം. നമുക്ക് കുരിശപ്പം ഉണ്ടാക്കാൻ മുറിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓശാനിക്ക് കിട്ടിയ ഓലയാട്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഈ കുരിശുണ്ടാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ഞാൻ കുരിശുണ്ടാക്കി കഴിയുമ്പോൾ കാണിക്കാവേ. അപ്പം പതുക്കെ വെന്ത് കൊടുക്കുമ്പോഴേക്കും ഇത് വെച്ച് കൊടുക്കണം ഈ കുരിശ്. എന്നാലും അതിൽ അടയാളം വീഴുള്ളൂ. ഇപ്പം ഇച്ചിരി ലേറ്റായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ഓലയുടെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊരു കുരിശടയാളം കിട്ടും. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുരിശിന് വെച്ച് കൊടുക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ഈ പാകമാകുമ്പോൾ നമുക്ക് മറിക്കാൻ കേട്ടോ. കാരണം മറ്റു വശം വേകുന്നേരം വെയിറ്റ് ചെയ്യണ്ട. അത് കറക്റ്റായിട്ട് വന്നതല്ല. ഇനി ആ വശം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും എടുത്ത് നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം. നമ്മുടെ അപ്പം റെഡിയായി കേട്ടോ. ഈ ഓലയുണ്ടല്ലോ, ഈ ഓല നമുക്ക് വീണ്ടും എടുത്തിട്ട് അടുത്ത അപ്പത്തിലേക്ക് വയ്ക്കാം കേട്ടോ. അപ്പം അങ്ങനെ അപ്പം റെഡി. പെസയ്ക്ക് മുറിക്കാനായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ നാളെ ഉണ്ടാക്കാവും. ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും നാളെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ എല്ലാ സംശയങ്ങളും തീർത്ത് തരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു പെസഹ ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം പുതിയ പുതിയ അറിവുകളുമായിട്ട്. ഇത് പുതിയതല്ല കേട്ടോ, പഴയ അറിവൊന്ന് വീണ്ടും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പം ശരി, എല്ലാവർക്കും നല്ലൊരു പെസഹയുടെ ആശംസകൾ.